ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിൽ റിയാ വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിങ്കൽ അതിന് യാതൊരു മഹത്വവും ലഭിക്കാനില്ല. നമുക്ക് കാണാം, ലോകമാന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ശിർക്ക് എന്നാണ് വിശേഷിപ്പിച്ചത്. ഞാൻ വായിക്കുന്നത് സുന്നി വോയിസിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ആ സുന്നി വോയിസ് മാസികയിൽ കാണാമെന്ത് ലോകമാന്യത്തെ നബി ചെറിയ ശിർക്ക് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇനി കേൾക്കുക. ജനങ്ങൾക്കിടയിൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയും അവരുടെ ആദരവ് സമ്പാദിക്കാനും ലക്ഷ്യം വെച്ച് ചെയ്യുന്നതെല്ലാം റിയാ അഥവാ ലോകമാന്യമത്രേ. ഇത്തരക്കാരെ അള്ളാഹു അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് കാണാം. പിന്നെ പറയുന്നു, എന്ത് ആരാധനാ കർമ്മങ്ങൾ മറ്റാളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്നത് തെറ്റാണ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരാൾ നോമ്പെടുത്താൽ അവൻ ശിർക്ക് ചെയ്തു. ജനങ്ങളെ കാണിക്കാൻ ഒരാൾ നിസ്കരിച്ചാൽ അവൻ ശിർക്ക് ചെയ്തു. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരാൾ ധർമ്മം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരലോകത്തേക്ക് അമലുകൾ കൊണ്ട് ഒരാൾ ദുന്യാവിനെയാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ അള്ളാഹു അവന്റെ മുഖം കെടുത്തും, അവന്റെ സ്മരണ മായ്ക്കും, അവന്റെ പേര് നരകത്തിൽ സ്ഥിരപ്പെടുത്തി വെക്കും. വളരെ ഗൗരവമാണെന്ന് മനസ്സിലായില്ലേ? ഒരാൾ കാണാൻ വേണ്ടിയിട്ടോ ഞാനിങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നതാണെന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല. എന്നാലോ നമ്മുടെ ഈ പറയുന്ന ഒരു ശൈഖുന എന്ന് പറയുന്ന പണ്ഡിതൻ എന്താ പറഞ്ഞതെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചെല്ലുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടി എന്ന ലക്ഷ്യത്തിനായാലും തരക്കേടില്ല. ഞാനൊരു സലാത്തുകാരനാണ്, ഞാനൊരു ദിക്റുകാരനാണ് എന്ന ആളുകൾക്കിടയിൽ എനിക്ക് സ്ഥാനം കിട്ടാൻ വേണ്ടിയും ആളുകളെ കാണിക്കാൻ വേണ്ടിയുമാണ് ഞാൻ സലാത്ത് ചെല്ലുന്നതെങ്കിൽ അതിനും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത്. അത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചൊല്ലിയാലും വിരോധമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നു. നിഷേധിക്കാൻ കഴിയോ ഈ കുട്ടികൾക്ക്? ഈ ആളുകൾക്ക് നിഷേധിക്കാൻ കഴിയോ? അള്ളാഹുവിന്റെ റസൂല് കഠിനമായി വിരോധിച്ചൊരു സംഗതി, എന്നിട്ട് പറയാൻ സ്വലാത്ത് അങ്ങനെ ചെല്ലാൻ. അപ്പൊ എന്താ, 27-ാം രാവിന് മേൽമുറിയിൽ ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സലാത്ത് ചെല്ലുമ്പോ ലക്ഷങ്ങൾ വാരിയാണ്. എന്താ ഓഫർ എന്നറിയോ? മൈതാനത്ത് വന്നിരിക്കുന്ന പാവങ്ങളോട് കരഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന സ്ഥലം വഖഫ് ചെയ്യണം. ഓരോരുത്തരും ഇരിക്കുന്ന മണ്ണ് വഖഫ് ചെയ്യ. അവനാന്റെതല്ലേ വഖഫ് ചെയ്യല്? ആരാന്റെതാ വഖഫ് ചെയ്യല്? ഞങ്ങൾ ഇരിക്കുന്ന മൈതാനത്തിൽ ഒരാളിങ്ങനെ ഇരിക്കാണ്, ആ ഇരിക്കുന്ന സ്ഥലം വഖഫ് ചെയ്യുക, 400 രൂപ. 27-ാം രാവിന് ആണും പെണ്ണും കൂടിയും സ്വലാത്ത് നഗറിൽ ഒഴുകുകയാണ്. പള്ളിയിലിരുന്ന് ഇബാദത്തെടുക്കേണ്ട സുന്ദരമായ ഖദറിന്റെ രാത്രി പ്രതീക്ഷിക്കേണ്ടുന്ന രാത്രിയിൽ ലക്ഷങ്ങൾ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മൈതാനത്തേക്ക് സ്വലാത്ത് ചെല്ലാൻ പോവുക. എന്നിട്ട് അവിടെ ഇരുന്നിട്ടൊരു കോമാളി കളിക്കുക, ഒരു ദുആ സമ്മേളനം നടത്തുക. ആരുടെ സമ്പ്രദായമാണിത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? ഇതാണ് പറഞ്ഞത്, ഭൗതിക നേട്ടത്തിന് വേണ്ടിയാ ഇവർ സ്വലാത്ത് ചെല്ലുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്തോ സഹാബാ കിറാമിന്റെ ജീവിതകാലത്തോ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു ഫിൽസെങ്കിലും വാങ്ങിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മുമ്പ് സൂചിപ്പിച്ചില്ലേ, പട്ടിണിയില്ലായിരുന്നോ? ദാരിദ്ര്യമില്ലായിരുന്നോ? വീടില്ലാത്ത പാവങ്ങളില്ലേ? കഷ്ടപ്പെടുന്ന സഹാബിമാരുണ്ടായിരുന്നില്ലേ? പ്രയാസത്തിന്റെ ദുരിതത്തിന്റെ കയത്തിൽ നീന്തിയിരുന്ന സഹാബിമാരുണ്ടായിരുന്നില്ലേ? എന്നിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും ഒരു സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് അവിടെ പിരിച്ചിരുന്നുവെങ്കിൽ ലക്ഷങ്ങൾ കുമിഞ്ഞുകൂടുമായിരുന്നു. സ്വലാത്ത് കൊണ്ട് റസൂലുള്ള ഉപജീവനം കഴിച്ചിട്ടില്ല. സിദ്ദീഖുൽ അക്ബർ ഉപജീവനം കഴിച്ചിട്ടില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വലാത്ത് വിറ്റ് കാശാക്കിയിട്ടില്ല. ആ റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്തിനെ, ആ പ്രവാചകന്റെ പേരിൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന പേരിൽ, അതും ഇല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് സ്വലാത്ത് വിറ്റുകൊണ്ട് ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന സ്വലാത്ത് നഗറുകൾ അനിസ്ലാമികമാണ്, ഇസ്ലാമികല്ല. അത് നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടാത്തതുകൊണ്ടുള്ള അസൂയ പറയല്ലേ എന്ന് പറയണ്ട. കൂടെ കടന്നവർ പറയുന്നത് കേട്ടോളി. ഈ സ്വലാത്ത് ചൊല്ലുന്ന ആൾക്കാരുടെ കൂടെ കിടന്ന ആളുകൾ പറയുന്നു, സ്വലാത്തിന്റെ പേരിൽ ചേരിപ്പോര്. ഇനി കേട്ടോളി, എന്താണെന്നറിയോ? ഈ സ്വലാത്ത് അനിസ്ലാമികാണ്, ഈ സ്വലാത്ത് നഗറും അനിസ്ലാമികാണെന്ന് പറയുന്നത് ആരാന്നറിയോ? പാളയത്തിൽ പട സ്വലാത്ത് ചെല്ലുന്ന ആൾക്കാരുടെ അനുയായികളുടെ തന്നെ പത്രത്തിലാണ് എഴുതുന്നത്. വായിച്ചു കേൾപ്പിക്കാം. റിസാല എന്ന് പറഞ്ഞാൽ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ആൾക്കാരുടെ ലക്ഷങ്ങളും ഈമാനും പോക്കറ്റടിക്കുന്ന ഈ വളവന്മാരുടെ കൂടാരത്തിലെ മാസികയാണ്. ആ മാസികയിലായിരുന്നു എന്താ പറയുന്നത്? കോടമ്പുഴ
ബാവമൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ എഴുതാണ്. ആൾക്കാരൊക്കെ പറഞ്ഞുതരാം. എന്താ എഴുതുന്നത്? ഏകാഗ്ര മനസ്സിന്റെ ഭക്തി താപത്താൽ നിർഗളിക്കുന്ന ചുടുബാഷ്പങ്ങൾ കൊണ്ടാണ് ഖദറിന്റെ രാത്രിയിൽ ലോകരക്ഷിതാവിന്റെ പടിവാതിൽക്കൽ സങ്കടഹരജി കുറിക്കേണ്ടത്. എന്നുകൂടി വായിച്ചുതരാം. ഏകാഗ്ര മനസ്സിന്റെ ഭക്തി താപത്താൽ നിർഗളിക്കുന്ന ചുടുബാഷ്പങ്ങൾ കൊണ്ടാണ് ഖദറിന്റെ രാത്രിയിൽ ലോകരക്ഷിതാവിന്റെ പടിവാതിൽക്കൽ സങ്കടഹരജി കുറിക്കേണ്ടത്. ഇനി ശ്രദ്ധിക്ക, സമ്മേളനങ്ങൾക്കോ ആൾക്കൂട്ടങ്ങൾക്കോ അല്ല ആ പ്രാധാന്യം. പള്ളിയിലെ ലഭ്യമായ സൗകര്യത്തിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്നതിന് പകരം ഖദറിന്റെ രാത്രി സമ്മേളന നഗരികൾ തേടി യാത്ര പോകുന്നത് ഭംഗിയല്ല. ഒന്നുകൂടെ പറയാം. പള്ളിയിലെ ലഭ്യമായ സൗകര്യത്തിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്നതിന് പകരം ഖദറിന്റെ രാത്രി സമ്മേളന നഗരികൾ തേടി യാത്ര പോകുന്നത് ഭംഗിയല്ല. അത് നമ്മുടെ പൂർവീകരുടെ മാതൃകക്ക് നിരക്കുന്നതുമല്ല. റസൂലുള്ളാഹിക്കോ സഹാബത്തിനോ ഇമാമിങ്ങൾക്കോ ഈ പരിപാടി പരിചയമല്ല എന്നർത്ഥം. ഓരോ സന്ദർശനത്തിനും ഇസ്ലാം നിശ്ചയിച്ച ചില സുന്നത്തുകളുണ്ട്. അത് വിട്ട് ആവേശാധിക്യത്താൽ നാം പുതിയ ആചാരങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിയല്ല. ആരാ എഴുതുന്നത്? സാക്ഷാൽ ഈ സ്വലാത്ത് വളവന്മാരുടെ കേന്ദ്രത്തിൽ നിന്നിറങ്ങുന്ന മാസികയിൽ ഒരു പണ്ഡിതൻ എഴുതുകയാണ്. ഇങ്ങനെ കൂട്ടരെ ഒരു സ്വലാത്തിന് പോക്കില്ല. ഇവരുടെ മാസികയിലേക്ക് ഒരു ചോദ്യം ചോദിച്ചു. സ്വലാത്തിന് വേണ്ടി സ്ത്രീകൾ മൈതാനത്തേക്ക് പുറപ്പെടുന്നത് അനുവദനീയമാണോ? അല്ല എന്നാണ് ഫത്വ. എന്റെ കയ്യിലുണ്ട്. അല്ല എന്നാണ് ഫത്വ. പിന്നെ എങ്ങനെയാണ് ലക്ഷങ്ങളെ നിങ്ങൾ ആകർഷിക്കുന്നത്? ലക്ഷങ്ങളെ നിങ്ങൾ പരസ്യം ചെയ്തുകൊണ്ട് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് സ്വലാത്ത് നഗറിലേക്ക്? മുഹമ്മദ് മുസ്തഫയുടെ കാലത്ത് ഈ സ്വലാത്ത് നഗറുണ്ടോ? റസൂലുള്ളാഹി ഈ സ്വലാത്ത് വിറ്റ് കാശാക്കിയിട്ടുണ്ടോ? സഹാബിമാര് സ്വലാത്ത് വിറ്റ് കാശാക്കിയിട്ടുണ്ടോ? ഇമാമിങ്ങൾ സ്വലാത്ത് വിറ്റ് കാശാക്കിയിട്ടുണ്ടോ? 27-ാം രാവിന്റെ രാത്രിയിൽ സ്റ്റേജിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ആയിരങ്ങളുടെ നോട്ടുകെട്ടുകൾ ഇട്ടോളൂ, ഞങ്ങൾ പ്രാർത്ഥിച്ച് മാറ്റിത്തരാമെന്ന ഓഫർ നടത്തിക്കൊണ്ട് ഈ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ പറ്റിക്കുന്ന ഇത്തരത്തിലുള്ള വിരുദ്ധന്മാർ പടച്ചതമ്പുരാന്റെ കോടതിയിൽ രക്ഷപ്പെടില്ല. യാതൊരു സംശയവുമില്ല. ഇത് അള്ളാഹുടെ ദീനുകൊണ്ടായി കളിക്കുന്നത്. അള്ളാഹുടെ ദീനുകൊണ്ടായി കളിക്കുന്നത്. ഇവര് സ്വലാത്ത് ചൊല്ലുക, ലക്ഷങ്ങൾ വാര്യ. സ്വലാത്ത് ചെല്ലണേനെന്തിനാ? സ്വലാത്ത് ചൊല്ലുന്നതെന്തിനാണെന്ന് ഇവരെന്നെ എഴുതാണ്. കേട്ടോളിൻ. 2003 ഫെബ്രുവരിയിൽ സിദ്ധവേഷവും സ്വലാത്ത് കച്ചവടവും മറ്റും ഇന്ന് പണം വാരാനുള്ള കുറുക്കുവഴികളായി ചിലർ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് അൽമനാറോ ഇസ്ലാഹ് മാസികയോ വിചിന്തനമൊന്നും അല്ലട്ടോ. ഇത് അൽമനാറും അല്ല, ഇസ്ലാഹ് മാസികയോ അല്ല, വിചിന്തനം വാരികയോ അല്ല, സ്നേഹസംവാദം മാസികയല്ല. ഇതേതാ? ഇത് ഒറിജിനൽ ഈ കൂടാരത്തിന്റെ പത്രം. എന്താ എഴുതുന്നറിയോ? സിദ്ധവേഷവും സ്വലാത്ത് കച്ചവടവും മറ്റും ഇന്ന് പണം വാരാനുള്ള കുറുക്കുവഴികളായി ചിലർ കണ്ടെത്തിയിരിക്കുകയാണ്. കേവലം സിദ്ധവേഷം മാത്രമാകുമ്പോൾ ചിലപ്പോൾ പോലീസ് വലയിലാവാനും നാട്ടുകാരുടെ കൈകാര്യം ചെയ്യലിൽ ചെന്നുചാടാനും ഇടയായേക്കും. സ്വലാത്ത് കച്ചവടത്തോടെ അണിയുന്ന സിദ്ധവേഷം സുരക്ഷിതമായ തട്ടിപ്പ് വഴിയാണ്. ആളുകൾക്കിടയിൽ അംഗീകാരവും മാന്യതയും ഉണ്ടാവും. സഞ്ചി നിറയെ പണവും വാരാം. ചില ചെപ്പടി വിദ്യകൾ സ്വായത്തമാക്കണം എന്നേയുള്ളൂ. പച്ച നിറത്തിലുള്ള ഒരു ഷാള്, കയ്യിലൊരു തസ്ബീഹ് മാല, നീണ്ടു തിങ്ങിയ താടി, അല്പം മിമിക്രി സാമർഥ്യം, പേരിനോടൊപ്പം തങ്ങൾ എന്ന് ചേർക്കാനുള്ള തൊലിക്കട്ടി, ഇതൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ഇത്തരക്കാർ വേണ്ടത്ര വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സാധാരണക്കാരും ശുദ്ധഗതിക്കാരും അധിവസിക്കുന്ന സ്ഥലത്ത് തങ്ങളുടെ സാമ്രാജ്യത്തിന് തറക്കല്ലിടുന്നു. ഇത്രയൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ പിന്നെ സ്വലാത്ത് വ്യാപാരത്തിന്റെ ചെറിയ ഒരു ബ്രാഞ്ച് തുടങ്ങുകയായി. ഇങ്ങനെയാണ് സ്വലാത്ത് കച്ചവടം. ഇത് മുജാഹിദീങ്ങൾക്ക് ഈ പരിപാടിയില്ല. നമ്മൾ എവിടെയും സ്വലാത്ത് കച്ചവടമല്ല, വിക്കലും വാങ്ങലും ഒന്നുമില്ല. അവനാൻ കുത്തിരുന്ന് ചൊല്ലുക, അള്ളാന്റെ അടുത്ത് നിന്ന് കൂലി പ്രതീക്ഷിക്കുക. ഇതിങ്ങനെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് ഇടയ്ക്ക് പറയും. ഒച്ചല്ലാത്ത കാശിടുന്ന പ്ലേറ്റിൽ എന്നറിയും അലൈഹി വസല്ലം എന്നും പറയും. ഇത് റസൂലുള്ളാഹിനെ കളിയാക്കുന്ന പരിപാടിയാണ്. സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ കാശ് പിരിക്കുക. വയലിങ്ങനെ പറയും നമ്മളെ പ്രവർത്തകന്മാർ ഒരു ബക്കറ്റും കൊണ്ട് വരുന്നുണ്ട്, അപ്പൊ നിങ്ങളെല്ലാവരും അതിലിങ്ങനെ ഒച്ചല്ലാത്ത കാശിടണേന്നാ പറയാ. എന്നിട്ട് ഇങ്ങനെ സ്വലാത്ത് ചെല്ലും. എല്ലാവരും നീച്ചു നിൽക്കുക, ഒരു സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞിട്ട് പാവങ്ങളൊക്കെ എല്ലാവരും നീച്ചു നിന്നിട്ട് സ്വല്ലല്ലാഹു അലാ, എല്ലാവരും സംഭാവന ചെയ്യണേ, അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു, ധാരാളം ചെലവുകളുടെ നമുക്ക് എല്ലാവരും മറക്കരുത്, അലൈഹി വസല്ലം. ഇതാ സ്വലാത്ത്.
ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹിയുടെ പേരിൽ കളിയാക്കുക? എവിടുന്നാ കിട്ടിയത് ഈ സ്വലാത്ത്? ഇതാരെ കൊണ്ട് തെളിയിക്കാൻ കഴിയാത്ത സ്വലാത്താണ്. ഇങ്ങനെ ദിക്റ് ചൊല്ലി അങ്ങനെ സ്വലാത്ത് ചൊല്ലി എന്നൊരു പണം വാരുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സ്വലാത്തിന്റെ രൂപവും ഭാവവും ഒക്കെ വിട്ടു. പിന്നെ ദിക്റുകളുടെ ഒരു കൂടാരം തന്നെ വരെ ഇറക്കിയിട്ടുണ്ട്. നോക്ക്, നിങ്ങൾ ഇതൊക്കെ സാമ്പിൾ നിങ്ങൾ കാണാൻ വേണ്ടി കൊണ്ടുവന്ന നോക്കി, നിങ്ങളൊരു ദിക്റാണ്. ദിക്ർ എന്താണ്? അൻതല്ലദീ അല്ലംതനാ ലാ ഐന ഇല്ലല്ലാഹ്. വീരാനൗലിയ പാപ്പാടെ ദിക്റാ, വീരാനൗലിയ പാപ്പാടെ ദിക്റാ. ഇവര് വിൽക്കണ 333 363 വക മൗലിദ് കിതാബിലുണ്ട്. ലാ ഐന ഇല്ലല്ലാ എന്ന് പറഞ്ഞ അർത്ഥം ലാ കണ്ണ ഇല്ലല്ലാ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ വേറെയുണ്ട്. ലാ കണ്ണ ലാ അൻഫ ഇല്ലല്ലാ എന്താ ഇതിനർത്ഥം? അല്ലാഹു അല്ലാതെ ഒരു മൂക്കില്ല. ലാ ഉസ്ന ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ ഒരു കാതില്ല. ലാ സിന്ന ഇല്ലല്ലാ ലാ പല്ല ഇല്ലല്ലാ പല്ലില്ല. ലാ റിജ്ല ഇല്ലല്ലാ ലാ കാല ഇല്ലല്ലാ ലാ കയ്യ ഇല്ലല്ലാ ലാ പള്ള ഇല്ലല്ലാ ലാ നാക്ക ഇല്ലല്ലാ ലാ കല്ല ഇല്ലല്ലാ ലാ മരമില്ലല്ലാ ലാ ചെടി ഇല്ലല്ലാ ലാ ഭൂമി ഇല്ലല്ലാ ലാ പുക്കള ഇല്ലല്ലാ. ഉളുപ്പത്തരം പറയുമ്പോ സുഹൃത്തുക്കളെ, ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഇറക്കി വിട്ടതാ. ലാ ബാപ്പ ഇല്ലല്ലാ ലാ ഉമ്മ ഇല്ലല്ലാ എന്ന് അവസാനം. ഇതൊക്കെ നോക്കി സുഹൃത്തുക്കൾ ആർക്കും കണ്ടൂടെ? സുഹൃത്തുക്കളെ, ഈ മുജാഹിദ് പ്രസ്ഥാനത്തോടും നമ്മൾ നടത്തുന്ന പരിപാടികളോടും നമ്മുടെ ജുമയോടും നമ്മുടെ പ്രസംഗത്തോടൊക്കെ ദേഷ്യം വെക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചൂടാ, അള്ളാഹ് നമുക്ക് ബുദ്ധി തന്നിട്ടില്ലേ? ഈ മൗലവിമാർ നിങ്ങൾക്ക് നാളെ പരലോകത്ത് രക്ഷക്കുണ്ടാവോ? നിങ്ങളെ പറഞ്ഞ് തെറ്റിക്കുന്ന ഈ ആളുകൾ രക്ഷക്കുണ്ടാവോ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദിക്റുകൾ എമ്പാടും ചൊല്ലിക്കോ. റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്തി എമ്പാടും ചൊല്ലിക്കോ. ഇത്തരത്തിലുള്ള വഷളത്തരം ദിക്റുകളിലേക്ക് പോകണ്ട. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, അബൂബക്കർ സിദ്ദീഖ് എത്ര തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയത്? ഒരു കാര്യക്കും ഇത് പരിചയമല്ല. ഇനിയിപ്പോ ഒരു ദിക്റിന് ചൊല്ലിയാനുള്ള ഗുണം എന്താണെന്നറിയോ? എന്താ ദിക്റ്? അല്ലാഹുവിനെ അറിഞ്ഞു വണങ്ങി അല്ലാഹുവിലേക്കു കുല്ലായി മടങ്ങി അല്ലാഹുവിനെ കൊണ്ടെല്ലാം അഴിഞ്ഞു അല്ലാഹു അല്ലാതെയില്ലെന്നറിഞ്ഞു അല്ലാഹു അല്ലാഹു മാത്രം ശേഷിച്ചു അല്ലാഹു അല്ലാഹു പൂർത്തീകരിച്ചു. ഇത് പൂർത്തിയായാൽ ഇൻസാൻ കാമിലായി അല്ലാഹുവിന് മദ്ഹറുമായി. നേരത്തെ പറഞ്ഞ ഇവിടുന്ന് പോയിന്റിൽ നിന്ന് എടുത്തിട്ടുള്ള ദിക്റില്ലേ, ആ ദിക്ർ ഇങ്ങനെ ചൊല്ലി സുഷുമ്നയിലൂടെ കൊണ്ടുവന്ന് മൂക്കിലൂടെ ഹൂന്ന് പറഞ്ഞ് ഇടത്തോട്ട് ചെരിഞ്ഞ് ഹൃദയത്തിൽ ഒറ്റ അടിയിലടിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പോരിശ എന്താണെന്നറിയോ? ഈ മടക്കം പൂർത്തിയായി പരമസത്തയിൽ ഫനാ പ്രാപിച്ച് ബഖാ എന്ന അനശ്വരതയിലേക്ക് പുനരുത്ഥാനം ചെയ്യുന്ന മനുഷ്യൻ. ഒന്നും തിരിയരുത്, ഒന്നും തിരിയരുത്. ഇബ്ലീസ് എപ്പോഴും എന്തുണ്ടാക്കുമ്പോഴും തിരിയായ്മയെ കിടക്കും. ഇതിപ്പോ ഒന്നും തിരിഞ്ഞില്ല നിങ്ങൾക്ക്. ഈ മടക്കം പൂർത്തിയായി പരമസത്തയിൽ ഫനാ പ്രാപിച്ച് ബഖാ എന്ന അനശ്വരത്വത്തിലേക്ക് പുനരുത്ഥാനം ചെയ്യുന്ന മനുഷ്യൻ സമ്പൂർണനായി കഴിഞ്ഞു. അയാൾ നല്ല മനുഷ്യനായി. ഇനി എന്താ സ്ഥാനം? ആ ദിക്റുകളാണ് ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോണ സ്ഥാനം എന്താ? അയാളെ വിളിച്ചാൽ അള്ളാഹു വിളി കേൾക്കും, അള്ളാഹുവിനെ വിളിച്ചാൽ അയാളും വിളി കേൾക്കും. അപ്പോഴോ ഏത് നാട്ടിൽ നിന്നെ വിളിച്ചാലും ഞാനുടയല്ലേ വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതുത്തരം ചെയ്യും ഞാനെന്നോവർ. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞതിന്റെ വിശദീകരണം പറയുന്ന കേട്ടോളി. ഏത് നാട്ടിൽ നിന്നെ വിളിച്ചാലും ഞാനുടനെ ഉത്തരം ചെയ്യുമെന്നർത്ഥം അള്ളാഹ് പറയുന്നു. കാരണം ഗൗസുൽ ആലമിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് അള്ളാഹുവാണ്, അള്ളാഹുവിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് ഗൗസുൽ ആലമാണ്. ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റാ. അള്ളാഹിനെ വിളിച്ചാൽ മുഹീദ്ദീൻ ശൈഖ് കേൾക്കാൻ ഉത്തരം ചെയ്യാം, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ അള്ളാഹ് കേൾക്കാൻ ഉത്തരം ചെയ്യാം. ഈ ദിക്റിയല്ലേലുള്ള പോരിശൻ നോക്കണം സുഹൃത്തുക്കളെ. പിന്നെ എന്ത് പ്രയാസം! ഇതിലൊക്കെ അത്ഭുതം തോന്നുന്നത് ആർക്കാണെന്നോ? ഇതിന്റെ സ്വാദ് തീരെ പരിചയമില്ലാത്തവർക്ക്. ആ സ്വാദ് പരിചയമില്ലാത്തവർ തന്നെ നമുക്കത് പരിചയമല്ല, നമ്മൾക്കിതിനോട് എതിർപ്പായിരിക്കും. ഞങ്ങൾക്ക് കൂട്ടരെ ഇതിന്റെ സ്വാദല്ല, നിങ്ങൾ പറയണ ഒന്നിന്റെ സ്വാദും പിടിക്കണില്ല. കാരണം ഇത് നരകത്തിലേക്കുള്ള മസാലക്കൂട്ടാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദിക്റുകളുടെയൊക്കെ ഹലാവത്ത് ഉൾക്കൊണ്ടവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ. അവർ ചൊല്ലുന്ന ദിക്റിലൊക്കെ അവർക്കൊരു സ്വാദുണ്ട്, അതിന്റെ രുചിയുണ്ട്. അല്ലാത്തത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ രുചിയില്ല, സ്വാദുമില്ല, അത് തള്ളലാണ്. അത് രുചിയുള്ളവർ തിന്നുക, അത് മണമുള്ളവർ മണക്കുക, അത് പറ്റുന്നവർ കഴിക്കുക. ഞങ്ങളത് ഒഴിവാക്കുന്നു. ഇത്രയപ്പം മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്.
അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദിക്റുമല്ല, നബി പഠിപ്പിച്ച സ്വലാത്തുമല്ല, ആ പേരിലുള്ള നിയമങ്ങളുമല്ല, അങ്ങനെ മുഴുവൻ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഈ സമൂഹത്തിന്റെ മുമ്പാകെ ഫിത്നകളും ഫസാദുകളുമായിക്കൊണ്ടാണ് സ്വലാത്തും ദിക്റുകളുമൊക്കെ ഇന്ന് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് സ്വലാത്തിന്റെ നഗരിയിലേക്ക് ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ കൊണ്ടുപോകാം. പള്ളിയിൽ വന്നാ ഹറാം, പെണ്ണ് പള്ളിയിൽ വരാൻ പാടില്ല. സ്വലാത്ത് മജ്‌ലിസിൽ ഇഷ്ടമായി പോയിക്കോട്ടെ. അരെ പെണ്ണ് പള്ളിയിൽ വന്നിട്ട് നമുക്കെന്താ കാര്യമെന്ന്? അവറ്റ നിസ്കരിച്ചു ദുആ ചെയ്തു അവറ്റക്ക് കൂലിട്ടി പോവുകയെന്നല്ലാതെ. നേരെ മറിച്ച് സ്വലാത്ത് നഗറിൽ വന്നാലോ വളവൂരും കമ്മലൂരും നമുക്ക് കിട്ടും. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം. ഈ ഒരാശയാണ്. അതിനാൽ ഞാൻ സുദീർഘായും സംസാരിക്കുന്നില്ല സുഹൃത്തുക്കളെ. പല സുഹൃത്തുക്കളും 12 മണിക്ക് ശേഷമുള്ള നമസ്കാരത്തിനൊക്കെ വേണ്ടി പല പള്ളികളിലും പോകേണ്ടവരാണ്. എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് വളരെ വിനീതമായി പറയാനുള്ളത്, ദിക്റുകളുടെയും സ്വലാത്തുകളുടെയും മേഖല അതിവിപുലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സമയത്തും ചൊല്ലേണ്ട ദിക്റുകളും സ്വലാത്തുകളുടെയും എണ്ണം ഒരുപാടുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങളതൊക്കെ പഠിക്കണം. നമ്മുടെ നിത്യജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിക്കണം. രാവിലെ എഴുന്നേറ്റാൽ, ടോയ്ലറ്റിൽ പോകുമ്പോൾ, ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, കഴിച്ചു കഴിഞ്ഞാൽ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, പള്ളിയിലേക്ക് കയറുമ്പോൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, അതുപോലെ തന്നെ നമസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ, അത് കഴിഞ്ഞാൽ, നമസ്കാരത്തിന്റെ മുമ്പ്, നമസ്കാരത്തിന്റെ ശേഷം, നമസ്കാരത്തിന്റെ അകത്ത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് ദുആകളുണ്ട്. ഇതൊക്കെ ഈ സമൂഹം ഒന്ന് പഠിക്കുക. എന്നിട്ട് അതൊക്കെ ജീവിതത്തിൽ പകർത്തുക. കാരണം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് അങ്ങനെയാണ്. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് അങ്ങനെയാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അള്ളാഹുവിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ എങ്കിൽ റസൂലുള്ളാഹിനെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യണം, പിൻപറ്റണമെങ്കിൽ അള്ളാഹു തിരിച്ചും നമ്മളെ സ്നേഹിക്കും. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃകകളെ ജീവിതത്തിൽ പകർത്തുക. അതിനുവേണ്ടി നമ്മൾ പഠിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. വെറുതെ പഠിക്കല്ല, അതിന്റെ ആശയത്തോടുകൂടി എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക. സുഹൃത്തുക്കളെ, ഈ ഖദറിന്റെ രാത്രി പ്രതീക്ഷിക്കാവുന്ന ഈ രാത്രിയിലും ഇനി വരാനുള്ള രാത്രികളിലുമൊക്കെ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ അധികം മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പ് നീ ഏറെ ഇഷ്ടപ്പെടുന്നവനുമാണ്. എന്നിൽ നിന്ന് നീ മാപ്പുകൾ, എന്റെ എല്ലാ കുറ്റങ്ങളും നീ പുറത്തുകൊണ്ട് എന്നോട് മാപ്പാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അല്ലാഹുവിനോട് ഏത് കാര്യം പ്രാർത്ഥിക്കുമ്പോഴും എന്തു ചെയ്യുക? ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ ദുആ ചെയ്യണം. ഉദുല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. എന്റെ റബ്ബ് എനിക്ക് ഉത്തരം ചെയ്യുമെന്ന ദൃഢമായ ബോധത്തോടുകൂടി മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിളിപ്പുറത്ത് ഉത്തരം തരും. ഈ തന്നില്ലെങ്കിലും, പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിലും ആഖിറത്തിൽ അതിന്റെ കൂലി ഒരിക്കലും നഷ്ടമാവില്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒന്നും വരാനില്ല, നഷ്ടം ഒരിക്കലുമില്ല, ലാഭക്കച്ചവടമാണ്. ദുആകൾ അധികരിപ്പിക്കുക, ദിക്റുകൾ അധികരിപ്പിക്കുക, മുത്തുനബി പഠിപ്പിച്ചതുപോലെ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഇതുകൊണ്ട് വിറ്റ് ഉപജീവനം കഴിക്കുന്ന പുത്തൻവാദികളെയും അവരുടെ പുതിയ സ്വലാത്തുകളെയും അവരുടെ പുതിയ ദിക്റുകളെയും അവരുടെ പുതിയ ദിക്ർ മജ്‌ലിസുകളെയും ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച യഥാർത്ഥമായ ഖൈറുൽ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ആ ഹദീ മുഹമ്മദിലേക്ക് മടങ്ങുക. ശർറുൽ ഉമൂറുകളെ എല്ലാ കാര്യങ്ങളിലും വെച്ച് ചീത്തയായത് നവീനമായ സമ്പ്രദായങ്ങളാണ്, അത് അനാചാരമാണ്, അത് വഴികേടാണ്, നരകത്തിലേക്കാണെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് ദിക്റുകളുടെയും ദുആകളുടെയും സലാത്തുകളുടെയും യഥാർത്ഥമായ രീതിയിലേക്ക് തിരിച്ചു വരിക. ഇതാണ് ഈ വൈകിയ അവസരത്തിൽ എനിക്ക് എന്നോടും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അർഹമുർ റഹീമീനായ തമ്പുരാൻ അല്ലാഹുവിന്റെ റസൂലിനാൽ പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ ദിക്റുകളും സലാത്തുകളും ദുആകളും ഒക്കെ നിർവഹിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നാം സംസാരിച്ചതും നമ്മൾ ഓരോരുത്തരും ശ്രവിച്ചതും അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ വേദി വിട്ടുപിരിയുന്നതിന്റെ മുമ്പ് തന്നെ ഈ പുണ്യരാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ എന്തു തന്നെയാണെങ്കിലും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നരകമോചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകമോചനം ധാരാളമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹനീയമായ മാസത്തിലും ഈ രാത്രിയിലും പടച്ചതമ്പുരാൻ നമ്മയെല്ലാം അവന്റെ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ദീനിന്റെ സഹായികളായി മാറാൻ പടച്ചവൻ നമുക്ക് തുണ നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഏത് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടും അത് പ്രചരിപ്പിക്കാനുമുള്ള കരുത്തും മനോവീര്യവും
പടച്ചതമ്പുരാൻ നമുക്കെല്ലാം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളോട് ശത്രുത വെക്കുന്ന ആളുകൾക്ക് പടച്ചതമ്പുരാൻ സന്മനസ് നൽകുമാറാകട്ടെ. സത്യത്തിന്റെ വെളിച്ചം, ഹിദായത്തിന്റെ വെളിച്ചം ഇത് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകളുടെ മനസ്സിലേക്ക് റബ്ബുൽ ആലമീൻ സന്നിവേശിപ്പിക്കുമാറാകട്ടെ. ഏത് സ്ഥലത്ത് വെച്ച് മരിക്കുകയാണെങ്കിലും മുസ്ലിമീങ്ങളായി മുവഹിദുകളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നല്ലതായ കാഴ്ചകൾ കണ്ടുകൊണ്ട് മരിച്ചു പോകുവാൻ അർഹമുർ-റാഹിമീനായ തമ്പുരാൻ നമുക്കെല്ലാം വിധി നൽകുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന സാലിഹീങ്ങളോടൊപ്പം, അമ്പിയാക്കളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം അവന്റെ സ്വർഗീയാരാമത്തിൽ ചെന്നുചേരാൻ റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ.